ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേരും ഒന്നല്ലെങ്കിൽ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇനി പോകാൻ ആഗ്രഹിക്കുന്നവരാവും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോയിട്ട് റിസൾട്ട് കിട്ടാതെ തിരിച്ചു വന്നവരാവും. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾ ഏത് വേണമെങ്കിലും ആവട്ടെ, ഞാൻ ജിമ്മിൽ പോയപ്പോൾ എൻ്റെ തടി നല്ല രീതിയിൽ കുറക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ആൾ തടി കൂടിയ ആളാവട്ടെ അല്ലെങ്കിൽ തടി കുറഞ്ഞ ആളാവട്ടെ, നിങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ 3.5 വർഷത്തിലേറെയായി. ഞാൻ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കാര്യം ഇതാണ്: കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. നിങ്ങൾ എത്ര കാലം വേണമെങ്കിലും ജിമ്മിൽ പോകട്ടെ, ജിമ്മിൽ മെമ്പർഷിപ്പ് ചിലപ്പോൾ 1 2 കൊല്ലത്തേക്ക് വരെ എടുത്തവരുണ്ടാവും. പക്ഷേ ഇത്രക്ക് മെമ്പർഷിപ്പ് എടുത്താലും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ജിമ്മിൽ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടൂല. ഒരുപാട് പേരുണ്ട്, ചിലപ്പം ആഴ്ചയിൽ 1 2 ദിവസമൊക്കെയാണ് പോകും, പിന്നെ ലീവ് ആവും, പിന്നെ ഒരു 2 3 ദിവസം കഴിഞ്ഞ് വീണ്ടും പോകും. അങ്ങനെ പോവാതിരിക്കുക. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് പോവാം. രണ്ടാമത്തെ കാര്യം റെസ്റ്റ് ആൻഡ് റിക്കവറി. മനുഷ്യന് പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കം. പ്രത്യേകിച്ച് നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ അത്ര ഉറങ്ങിയില്ലെങ്കിൽ അത് നിങ്ങളുടെ റിസൾട്ടിനെ നല്ല രീതിയിൽ ബാധിക്കും. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് കൂടുതൽ മസിൽ റിക്കവറി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ സമയം നമുക്ക് കറക്റ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ടും കാര്യമില്ല. മിനിമം ഒരു 6 മണിക്കൂർ തൊട്ട് ഒരു 8 മണിക്കൂർ വരെങ്കിലും, അല്ലെങ്കിൽ ഒരു 9 മണിക്കൂർ വരെങ്കിലും നിങ്ങൾ ഉറക്കം കൊടുക്കുക. മൂന്നാമത്തെ കാര്യം വെയിറ്റും റെപ്സും. നിങ്ങളോട് പറഞ്ഞ വെയിറ്റും നിങ്ങളോട് പറഞ്ഞ റെപ്സും മാത്രം എടുക്കുക. നിങ്ങൾക്ക് എടുത്താൽ പൊങ്ങാത്ത വെയിറ്റ് എടുത്തിട്ട് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് ഞാൻ ബിഗിനേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്, കൂടുതലായിട്ട് വെയിറ്റ് എടുക്കുക, എന്നാൽ കറക്റ്റ് ഇപ്പോൾ ഒരു 15 റെപ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 15 അവർ എടുക്കൂല, ഒരു 8 10 ഒക്കെ പോവുക. അതാണെങ്കിൽ കറക്റ്റ് ഫോം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ വെയിറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് 2.5 എടുത്തിട്ട് ആണ് നിങ്ങൾക്ക് 15 റെപ്സ് ബൈസെപ്സ് കേൾ അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതടിക്കുക. ആ 2.5 നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. നാലാമത്തെ കാര്യം ഡയറ്റ്. നിങ്ങൾ നിങ്ങളുടെ ശരീരം തടിച്ചതോ മെലിഞ്ഞതോ ആവട്ടെ, നിങ്ങളുടെ ശരീരത്തിനനുസരിച്ചുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാം. ഒരിക്കലും പട്ടിണി കിടക്കണോ അല്ലെങ്കിൽ വിശന്നിരിക്കണോ ഒന്നുമല്ല ഡയറ്റ്. ഒരുപാട് പേരുണ്ട് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ പട്ടിണി കിടക്കുന്നവര് പെട്ടെന്ന് ഫാറ്റ് ലോസ് ചെയ്യാൻ. അത് ശരിക്കും ഹെൽത്തി അല്ല, അൺഹെൽത്തിയാണ്. നിങ്ങൾക്ക് വേണ്ട ഡയറ്റ്, നിങ്ങൾ തടിച്ച ആളാവട്ടെ മെലിഞ്ഞ ആളാവട്ടെ, നിങ്ങൾക്ക് വേണ്ട ഡയറ്റ് ഒരു ന്യൂട്രീഷനിസ്റ്റിനെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുള്ളവരെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കൊരു ഡയറ്റ് സെറ്റ് ചെയ്ത് തരാൻ പറയാം. ശ്രദ്ധിക്കണം, ഈ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനനുസരിച്ചായിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഫുഡ് ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത ഫുഡ് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ കണ്ടറിഞ്ഞിട്ട് വേണം. അപ്പോൾ അതിന് നിങ്ങളൊരു ന്യൂട്രീഷനിസ്റ്റിനെ തന്നെ ബന്ധപ്പെടണം. അപ്പോൾ ഡയറ്റിന്റെ കാര്യം നിങ്ങൾ അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, പേഷ്യൻസ്. തീരെ പേഷ്യൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. 1 2 മാസം പോവുക, നിർത്തുക, റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ ശരീരത്തിൽ നല്ലൊരു ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ, ഹെൽത്തി ആയ രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സമയമെടുക്കും. ഓക്കെ, നമ്മളുടെ ശരീരത്തിൽ ഇപ്പോൾ ഈ ഫാറ്റ് വന്നു കൂടിയത് ഒരു 1 2 മാസം എടുത്തിട്ടല്ല, അത്യാവശ്യം സമയം എടുത്തിട്ടാണ് നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ഫാറ്റും കാര്യങ്ങളൊക്കെ വന്നത്. ഈ ഫാറ്റ് നമ്മളുടെ ശരീരത്തിന് ഹെൽത്തി ആയ രീതിയിൽ കളയുമ്പോൾ അതിൻ്റെതായ സമയം എടുക്കും. ഓക്കെ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എനിക്ക് തന്നെ എൻ്റെ ജിം ജേണി തുടങ്ങിയിട്ട് ഏറെക്കുറെ കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടാൻ 1 വർഷത്തിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേരുണ്ടാവും ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് നിർത്തിയിട്ട് ഈ വീഡിയോ കാണുന്നവർ. എനിക്ക് അവരോട് പറയല്ലേ, നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഈ പറയുന്ന ഞാൻ തന്നെ ഫസ്റ്റ് ഇതേപോലെ പോയിട്ട് ജിം നിർത്തിയതാണ്. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം പോയിട്ട് 1 മാസം പോവും, പിന്നെ നിർത്തും. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോവുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂല എന്നൊക്കെ തോന്നും ഫസ്റ്റ് 1 2 മാസമൊക്കെ, പക്ഷെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കാൻ അറ്റ്ലീസ്റ്റ് ചിലപ്പം ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ച് സമയം എടുക്കും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നല്ല രീതിയിൽ സമയം എടുക്കും തന്നെ മനസ്സിലാക്കുക. ഒരിക്കലും പെട്ടെന്നാവും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. അപ്പോഴാണ് നമുക്കിത് കിട്ടാതാവുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുക. ഇതെന്തായാലും സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് അത് മനസ്സിലാക്കിയിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ: കൺസിസ്റ്റൻസി, റെസ്റ്റ് ആൻഡ് റിക്കവറി, കറക്റ്റ് വെയിറ്റ് എടുക്കുക, കറക്റ്റ് റെപ്സ് എടുക്കുക, നിങ്ങളുടെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള ഡയറ്റ് എടുക്കുക, പിന്നെ പ്രധാനപ്പെട്ടത് പേഷ്യൻസ്. അപ്പോൾ ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.